ഇപ്പം ചേച്ചിയുടെ ജീവിതം നോക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു സിനിമാ കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിനിമയല്ല, അല്ല കുറേ സിനിമയ്ക്കുള്ള കഥ പല പാർട്ടായിട്ട് ഇത് ശരിക്കും സീരിയലാക്കാം. അതായിരിക്കും നല്ലത്. നമ്മൾ ഇപ്പത്തെ പറയുന്നല്ലേ വെബ് സീരീസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ ചേച്ചില്ലേ? അല്ല ശരിക്കും എന്താ പറയുക, കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ ചെന്നൈയിലേക്ക് എത്തുന്നു. പാട്ട് കിട്ടുമോ എന്ന് അറിയാനാണ് ശരിക്കും നമ്മൾ എത്തുക. ആ ദിവസം തന്നെ 2 പാട്ടുകൾ പാടുകയാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ജീവിതം. ഇപ്പം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ പോലും രാജാ സാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് പേടിയോടെ കാണും. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ അല്ലേ? അപ്പം അദ്ദേഹം തന്നെ മിനി എന്നുള്ള പേരിന് തിളക്കവും കൂടെ ചേർത്ത് മിൻമിനി ആക്കുന്നു. പക്ഷേ ചേച്ചി പറയുന്നു സാറിൻ്റെ ഒരു വാചകം ചേച്ചീനെ അത്രമേൽ വിഷമിപ്പിച്ചു എന്ന്. എങ്ങനെയായിരുന്നു ചേച്ചി അത്? അതിനിയും പറയാൻ എനിക്ക് വിഷമമാണ്. ഞാനൊരു തടവ സ്വന്ന ഞാൻ ഭയങ്കര കാര്യത്തോടെ ചോദിക്കണം. 100 തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി. അതുകൊണ്ട് ഇനി അല്ല ഞാൻ ചോദിക്കുന്നത് ചേച്ചി, അത് തിരിച്ചറിയാൻ ആ ഒരു വിഷമം അല്ലെങ്കിൽ ചേച്ചിക്ക് അത് തന്നൊരു മാനസിക ആഘാതം തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ എടുത്തത്? എനിക്കറിയില്ല. അതൊരു എന്നെ ബാധിച്ചു എന്നൊന്നും അന്ന് തോന്നിയില്ല ചേച്ചിക്ക്? ഇല്ല. എനിക്ക് പിന്നെ തുടങ്ങി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ മൈക്ക് കാണുമ്പോൾ പേടിയാണ്, പാടാൻ പറ്റൂല. ആ ഒരു ഇൻസിഡന്റ്, അതായത് അതാണോ എന്ന് എനിക്കറിയില്ല മോനെ. ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ കാരണം എന്നല്ല ഞാൻ പറയണത്. അതെനിക്ക് ഇപ്പോഴും എനിക്ക് തീർച്ചയില്ല. അത് കാരണമെന്നല്ല, അതെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്റ്റുഡിയോയിൽ പിന്നെ ചെല്ലുമ്പോൾ എനിക്ക് പാടാൻ പറ്റണില്ല. വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പാടും. അപ്പം സ്റ്റുഡിയോയിലേക്ക് പോകാൻ തന്നെ നമുക്ക് പേടി. മറ്റുള്ളവരെ ഇത്രയും മ്യൂസീഷ്യൻസിനെ ഞാൻ അത്രയും ബഹുമാനിക്കുന്ന മ്യൂസീഷ്യൻസാണ് അവിടെ ഉള്ളത്. അപ്പം അവരുടെ സമയം കളയാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെ റെക്കോർഡിങ്സ് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചതാണ്. അതല്ലാതെ എനിക്ക് ഒരിക്കലും വർക്ക് ഇല്ലാതിരുന്നിട്ടില്ല. അതെ അതെ അതെല്ലാം എനിക്ക് തോന്നുന്നു. ഞാൻ ജെറിയാമൽദേവ് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാറിനിങ്ങനെ പ്രിയപ്പെട്ട ഗായകരുടെ പേര് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ പേരാണ് സാറ്. അതെ അതെ അതെ. അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ചേച്ചീനെ എല്ലാവരും ഒരു കുട്ടീനെ പോലെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴും ചേച്ചി ജയൻ അങ്കിൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പേടിയും ബഹുമാനത്തോടെ പി ജയചന്ദ്രൻ സാറിനെയാണ്. ജയനങ്ങൾ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അങ്ങനെ ആ ഒരു ദേഷ്യമൊക്കെ കാണിക്കണതാണ്. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെയല്ല അങ്കിള്. എൻ്റെ അമ്മച്ചിയും അങ്കിളും കൂടി സംസാരിക്കാനിരുന്ന ചിരിച്ച് അത്രയും ജോക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ. അത്രമേൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ജയനങ്ങള്. എനിക്ക് തോന്നുന്നു ചേച്ചി ചെന്നൈയിലേക്ക് പോകാനുള്ളൊരു അല്ലേ കാരണം മുതിർന്ന ഒരാള് സാറ് തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തേക്ക് ചേച്ചി എങ്ങനെ ഓർക്കുന്നു? കാരണം സാറിൻ്റെ ഭയങ്കര എന്നാ പറയുന്ന ഒരു കുട്ടീനെ പോലെ കൊണ്ടുപോകുന്നു. പിന്നെ ഇത്ര അധികം പാട്ടുകൾ പാടും. ചേച്ചിയുടെ വളർച്ചയൊക്കെ അവരൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അങ്കിളിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ചേനകളിന് എന്നില്. അങ്കിളിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവം എന്നെ ഒരു പരിധി വരെ ഉയർത്തി എന്നുള്ളത്. അവിടെ അങ്കിള് ജയിച്ചു. പക്ഷെ എൻ്റെ ശബ്ദം പോയതോടുകൂടി അങ്കിള് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്കിളിനത് ഓർക്കണത് തന്നെ ഭയങ്കര പേടിയാണ് ജനങ്ങളിന്. അങ്കിളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെയല്ല നിന്നെക്കുറിച്ച്. അത് കാരണം എനിക്ക് ഇവരെയൊക്കെ നേരെ പോയി കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൂടെ കുറേ നേരം ഇരിക്കണം, കുറേ നേരം സംസാരിച്ചിരിക്കണം. അങ്കിൾ അങ്ങനെയാണ്. കുറേ സുശീലമ്മയുടെ പാട്ടുകൾ പാടിത്തരും. ഇപ്പോഴും ഫോൺ ചെയ്യും, ഫോണിൽ കുറേ ഇങ്ങനെ പാടും. എന്തോരം പാട്ടുകളാണ് പാടിത്തരണേന്നറിയോ. പാടി ഇങ്ങനെ ഇരിക്കും അങ്കിള്. എത്ര മണിക്കൂർ വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. അങ്കിളിനൊരു മടുപ്പില്ല. സുശീലമ്മയുടെ പാട്ടുകൾ ഇങ്ങനെ നീ ആ പാട്ട് നീ അത് കേൾക്കണം. എന്നിട്ട് കാസറ്റുകൾ കൊണ്ടുവന്ന് തരും. ജയനങ്ങളുടെ റിലേറ്റീവ് ഒരു ഉണ്ണിയങ്കിൾ ഉണ്ടായിരുന്നു. ഉണ്ണിയങ്കിളിൽ നിന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ് GA നായർ എന്നാണ്. അങ്കിള് ചെന്നൈയിൽ ഭയങ്കര മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന അങ്കിളാണ്. അങ്കിളിൻ്റെ വൈഫ് ഹേമാൻറ്റി, മോള് നന്നായിട്ട് പാടും, ആൻറ്റി നന്നായിട്ട് പാടും. ഇവരൊക്കെ സുജാത ചേച്ചിയുടെ റിലേറ്റീവ്സാണ്.
അപ്പോൾ സുജാചിയുടെ അമ്മയായിട്ട് അവർക്ക് കണക്ഷൻ റിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്കിളാണ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാൾ. എനിക്കധികം ഞാൻ പറഞ്ഞില്ലേ ഈ 14 വയസ്സ് തുടങ്ങി സ്റ്റുഡിയോ തന്നെയാണ് ഞാൻ പാടിയ പാട്ടുകൾ തന്നെയാണ് എൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയണത്.